നമസ്തേ, ഞാൻ ശിവറാം ബാബുകുമാർ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ വിലയിരുത്തുന്നത് പൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 ഫലങ്ങളെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. അതോടൊപ്പം ലാൽക്കിതാവ് പരിഹാരങ്ങൾ, രത്നനിർദ്ദേശം, മറ്റു പരിഹാരങ്ങളൊക്കെ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. ഇത് രണ്ട് ഭാഗമായിട്ടാണ് പറയുന്നത്. ആദ്യത്തെ രണ്ട് ഭാഗത്തിലാണ് നിൽക്കുന്നത്. കാരണം എൻ്റെ ഒരു മുക്കാൽ ഭാഗം, ആദ്യത്തെ 3 ഭാഗം നിൽക്കുന്നത് ശനിയുടെ ക്ഷേത്രമായ കുംഭത്തിലും, അവസാനത്തെ ഒരു ഭാഗം നിൽക്കുന്ന വ്യാഴൻ്റെ തന്നെ ക്ഷേത്രമായ മീനത്തിലുമാണ്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് പറഞ്ഞിട്ട് പിന്നെ രണ്ടായിട്ട് തിരിഞ്ഞിട്ട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കും. ഇത് നമുക്കിതിൽ ജനിച്ച മഹാന്മാരെ നോക്കാമായിരുന്നു. നമ്മുടെ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു ദേവഗൗഡ, പൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച ആളാണ്. പിന്നെ ഒന്ന് നെൽസൺ മണ്ടേല, ആഫ്രിക്കയിലെ ഏറ്റവും മനുഷ്യസ്നേഹിയായ, വർഷങ്ങളോളം ജയിലിൽ കിടന്ന് നന്മയ്ക്ക് വേണ്ടി ചെയ്ത ആളാണ് നെൽസൺ മണ്ടേല. രണ്ടുപേരിലും നിങ്ങൾ കാണുന്ന ചെറിയൊരു വിഷാദ ഛായ കാണാൻ പറ്റും. പൂരുട്ടാതി വളരെ കയറ്റാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ചെറിയ എന്തോ ഒരു വിഷാദ ഛായയുള്ള പോലെ തോന്നുന്നു. പക്ഷെ അതൊന്നും ഉള്ളതല്ല. അവർ മനുഷ്യരാശിയുടെ ഇന്നത്തെ പതനം ആലോചിക്കുന്ന ഒരു നക്ഷത്രമാണ് അവർ. ഇതിൻ്റെ ഏത് നക്ഷത്രത്തിൽ ഞാൻ ആദ്യം നോക്കുന്നത് ദേവതയാണ്. അപ്പോൾ ഇതിൽ ഈ നക്ഷത്രത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് അജയ്കപാദ് എന്ന ദേവനാണ്. അജയ്കപാദ് എന്ന ദേവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വകർമാവ് എന്ന ദേവതയ്ക്ക് 4 പുത്രന്മാരിൽ ഒരാളാണ് അജയ്കപാദ്. നമ്മുടെ പുരാണങ്ങളിൽ ഓരോ ദേവതകൾക്കും ഓരോ ലോഹങ്ങൾക്കും ദേവതയെ കൊടുത്തിട്ടുണ്ട്. ഇരുമ്പ്, സിൽവർ, കോപ്പർ, ഇതിനൊക്കെ ഓരോ ദേവന്മാരെ കൊടുത്തിട്ടുണ്ട്. അവരാണ് അതിൻ്റെ ഇൻചാർജുള്ള ആൾ. ശനിക്ക് നിങ്ങൾക്ക് എക്സാമ്പിൾ, ശനിക്കാണ് ഇരുമ്പിൻ്റെ ചാർജുള്ളത്. അതുകൊണ്ട് ശനി പിണങ്ങിയാൽ നമ്മൾ ഇരുമ്പൊക്കെ ധരിക്കാനൊക്കെ പറയും. അതേപോലെ പൂരുട്ടാതിയുടെ ആളായ നക്ഷത്രദേവൻ അജയ്കപാദ്, അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് സ്വർണത്തിൻ്റെ ചാർജാണ്. വേൾഡിലെ സ്വർണത്തിൻ്റെ കംപ്ലീറ്റ് ചാർജുള്ള ആളാണ് ഈ ദേവൻ അജയ്കപാദ്. അതിൽ നിന്ന് പൂരുട്ടാതിയുടെ ഒരു മഹത്വം മനസ്സിലാക്കാൻ പറ്റും. പൂരുട്ടാതി സ്വർണത്തിൻ്റെ ചാർജ്, സ്വർണം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ ലോഹമാണ്. സ്വർണം ധാരാളം ധരിച്ചിരിക്കുന്നവർക്ക് ധനികർക്ക് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു സംഭവമാണ്. കുലീനത്വവും അന്തസ്സും ആഭിജാത്യവും എല്ലാം കാണിക്കുന്ന ഒരു ലോഹമാണ് സ്വർണം. അപ്പോൾ അതിൻ്റെ അധിപനാകുമ്പോൾ ഈ പൂരുട്ടാതി നക്ഷത്രക്കാർക്കും ഈ കുലീനത്വവും അന്തസ്സും ആഭിജാത്യവും ഒക്കെ വളരെ കൂടുതലായിരിക്കുമെന്ന് കരുതാം. പിന്നെ കൂടാതെ ഇതിൻ്റെ നക്ഷത്രനാഥൻ എന്ന് പറയുന്നത് വ്യാഴമാണ്. നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ സൗരയൂഥത്തിലെ ഏറ്റവും വിശാലമായ ഗ്രഹമാണ് വ്യാഴം. ഏറ്റവും ദൈവികത്വമുള്ള ഈശ്വരന് നമ്മൾ അർപ്പിക്കുന്ന ദൈവം എന്ന് പറയുന്നത് വ്യാഴനാണ്. ആ വ്യാഴനാണ് ഇതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ജനറലായിട്ട് ഇവരെപ്പറ്റി മറ്റു കാര്യങ്ങളിലൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ, നീതിനിഷ്ഠ, വളരെ ന്യായമായിട്ട് മാത്രമേ പ്രവർത്തിക്കുള്ളൂ, പൗരുഷം എന്നിവയോട് കൂടിയവരായിരിക്കും എന്നാണ്. ആത്മീയമായ ഉൾക്കാഴ്ച ഇവരുടെ വളരെ പ്രത്യേകമാണ്. വളരെ ആത്മീയതയുള്ള ആൾക്കാരാണ്. അല്ല, ഈശ്വര പാരമ്പര്യം വിട്ടൊന്നും അത് ചെയ്യില്ല. അല്ലെങ്കിൽ ഈ നക്ഷത്രത്തിൽ വ്യാഴന് വളരെ മോശമായ അവസ്ഥ മാത്രമാണെങ്കിൽ പാരമ്പര്യം വിട്ടിട്ട് പോവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട്. പൊതുവെ ആരോഗ്യവും ദീർഘായുസ്സുമുള്ള ഇവർ ഔദ്യോഗിക രംഗത്ത് വളരെ ഉയർച്ചയിലാണ് കാണിക്കുന്നത്. ഏത് രംഗത്ത് ഇവർക്കൊരു ശുഭ പ്രതീക്ഷ എപ്പോഴും ഉണ്ടാവും. ആ പ്രതീക്ഷ അനുസരിച്ച് മൂവ് ചെയ്യാനൊക്കെ ഇവർക്കറിയാം. പാരമ്പര്യ രീതികൾ, നിയമങ്ങൾ എന്നിവ പിന്തുടരാനും അനുസരിക്കാനും വളരെ ഇഷ്ടമാണ്. അത് ഒട്ടപ്പേ ഒന്നും അവർ പോകില്ല. ഹൃദയവിശാലതയും മറ്റുള്ളവരുടെ ഇഷ്ടം പറഞ്ഞ് പെരുമാറാനുള്ള കഴിവും ഇവർക്കുണ്ട്. മറ്റുള്ളവരുടെ പെരുമാറാൻ അതനുസരിച്ചുള്ള കഴിവുണ്ട്. സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമേ എന്തും പ്രവർത്തിക്കുള്ളൂ. എല്ലാം ആര് പറയുന്നത് നമ്മുടെ ശ്രദ്ധാപൂർവ്വം നല്ലൊരു കേൾവിക്കാരാണ്. എങ്കിലും പ്രവർത്തനങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നുള്ളൊരു ജഡ്ജ്മെൻറ്റ് വരുന്നത് അവരുടെ സ്വന്തം ഇഷ്ടം തന്നെയായിരിക്കും എന്ന് പറയും. സ്ഥിരമായ പ്രയത്നം, അഭിപ്രായ സ്ഥിരത എന്നിവയും ഇവരുടെ പ്രത്യേകതകളാണ്. ആരും ശനിയും വ്യാഴം ചെയ്യുമ്പോൾ ഏറ്റവും സ്ഥിരഗ്രഹങ്ങളാണ് രണ്ടും. അപ്പോൾ ഇവരുടെ അഭിപ്രായങ്ങൾ സ്ഥിരമായിരിക്കും. മറ്റുള്ളവർ പറയുമ്പോൾ ഒന്നൊരു അഭിപ്രായം പറയും, നാളെ മറ്റന്നാളോ അടുത്ത ആഴ്ചയോ അടുത്ത മാസമോ മാറുന്നവരല്ല. വ്യാഴൻ്റെ ഇതുള്ളതുകൊണ്ട് ഇനിയും ഒരു വർഷം കിടക്കും ഒരു അഭിപ്രായമൊക്കെ മാറി. അതുകൊണ്ട് അവരോട് കാര്യങ്ങൾ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ.
ഒരു ഇതൊക്കെയാണ് ഇവരെപ്പറ്റി ജനറലായിട്ട് പറയാനുള്ളത്. പിന്നെ ഈ ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളാണെങ്കിലോ വളരെ ഉന്നത നിലയിലുള്ള ഭർത്താക്കന്മാരെ കിട്ടും എന്നാണ് അവർ പറയുന്നത്. കൂടാതെ സന്താന സുഖം ഉണ്ടാവും, സർക്കാർ ജോലി ഇതെല്ലാം ലഭിക്കാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ഇനി ഞാൻ പറയുന്നത് ആദ്യത്തെ 3 ഭാഗത്തിൻ്റെ കാര്യങ്ങളാണ്. ഇതിൽ ആദ്യത്തെ 3 ഭാഗം 3/4 ഭാഗവും വരുന്നത് ശനിയുടെ ക്ഷേത്രമായ കുംഭത്തിലാണ്. അപ്പം അതിനെ കുറേയൊക്കെ സ്വാധീനിക്കുന്നത് ശനിയാണ്. ശനിയും വ്യാഴനും ഒരുമിച്ച് സ്വാധീനിക്കുന്ന ഒരു പ്രത്യേകതയാണ് ഫസ്റ്റ് 3 ഭാഗത്തിലുള്ളത്. ആകാശത്തിലെ ഏറ്റവും വലിപ്പമേറിയ ഗ്രഹങ്ങളാണ് ഇവർ രണ്ടുപേരും, അത് പറയുന്നില്ല. അപ്പോൾ അതിന് ദൈവികത്തിൻ്റെയും ആത്മീയത്തിൻ്റെയും വിശാലതയുടെയും കാരകനാണ് വ്യാഴം എന്ന് പറയുന്നത്. മറ്റുള്ളവരോട് വളരെ നന്നായി പെരുമാറാനും ഇവർക്ക് നന്നായിട്ട് അതുകൊണ്ട് തന്നെ അവർക്കറിയാം. വ്യാഴം പിണക്കുന്ന ഗ്രഹമല്ല. ശനിയാണെങ്കിൽ സ്ഥിരഗ്രഹമായ നക്ഷത്രഗ്രഹമാണ്. എത്ര കഷ്ടപ്പെട്ടാലും ക്ഷമയോടെ തന്നെ ആരോടും പരാതിപ്പെടാതെ ആരെയും വെറുപ്പിക്കാതെ ലക്ഷ്യം നേടാൻ പ്രയത്നിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ. കംപ്ലൈൻ്റ് ഒന്നുമില്ല, അവർക്കറിയാം അവരുടെ വഴി. വ്യാഴത്തിൻ്റെ വിശാലത കാണിക്കുന്നവർക്ക് ഔദ്യോഗിക വിദ്യാഭ്യാസം നേടിയവരെക്കാൾ ലോകപരിജ്ഞാനം കൂടും എന്നുള്ളതാണ്. സെൽഫിഷ്നെസ് ഇല്ല, വളരെ അൺസെൽഫിഷാണ്. അവർക്ക് വലിയ എനിക്ക് തന്നെ എല്ലാം വേണം എന്നൊന്നുമില്ല, മറ്റുള്ളവരെ സഹായിക്കുക, ഇതൊക്കെ ഇവരുടെ ഇതിൽ വരുന്നതാണ്. അപ്പം ഇവരെ സമയത്തോളം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ 2 ലഗ്നത്തിലാണ്, ഇവരുടെ രാശിയിലാണ് ഇപ്പോൾ ശനി നിൽക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ 7 ശനി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ മാസം മാർച്ച് മാസം 29 ശനി 2ാം ഭാവത്തിലേക്ക് പോകും. അപ്പോൾ 2ാം ഭാവത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞാലും 7 ശനിയുടെ അവസാന ഭാഗത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ശനിയുടെ ചെറിയ ചെറിയ തടസ്സങ്ങളിൽ നിന്ന് അവർക്ക് മോചനമില്ല. പിന്നെ വരുന്നത് വ്യാഴമാണ് പറയുന്നത്. വ്യാഴം വരുന്നത് ഇപ്പം നിൽക്കുന്നത് 4ാം ഭാവത്തിലാണ്, ഇടവത്തിൽ. ആ വ്യാഴം മെയ് 15-ാം തീയതി വ്യാഴം മിഥുനത്തിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ വ്യാഴം മിഥുനത്തിൽ പോകുമ്പോൾ 5ാം ഭാവമാണ്. അത് വളരെ അനുകൂലമായ ഭാവമാണ്. അപ്പോൾ ഇവർക്ക് കഴിഞ്ഞ 1-2 വർഷമായിട്ട് നല്ലൊരു സമയമല്ലായിരുന്നു. എന്ന് വെച്ചാൽ അക്കാര്യങ്ങളൊക്കെ നടന്നു പോകുമെന്ന് മാത്രമേ ഉള്ളൂ. ഈ മെയ് 15-ാം തീയതി 2025 മെയ് 15-ാം തീയതി കഴിഞ്ഞാൽ വ്യാഴം അനുകൂലമാവുന്നതോടുകൂടി അവർ കുറച്ചുകൂടെ കാര്യങ്ങൾ റിലൈസ്ഡ് ആവും. പ്രൊഫഷണലി നല്ല ഗുണങ്ങളുണ്ടാവും. ഫൈനാൻഷ്യലി നല്ല ഗുണങ്ങളുണ്ടാവും. മുടങ്ങിക്കിടന്ന പൈസയൊക്കെ ആ സമയത്ത് തിരിച്ചു കിട്ടും. പിന്നെ DA ബാലൻസോ അല്ലാതെ കടം കൊടുത്തിരുന്ന് തിരിച്ചു കിട്ടാത്ത ഇങ്ങനെയൊക്കെയുള്ള ബാലൻസുള്ള എമൗണ്ടൊക്കെ ഈ മെയ് 15 ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ തിരിച്ച് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതെല്ലാം പ്രൊഫഷനെയാണ് കൂടുതൽ, എല്ലാ പ്രൊഫഷനും എടുക്കുക നല്ലതാണ്. ഈ 5ാം വ്യാഴം വരുന്നത് സന്താനങ്ങൾക്ക് നല്ലതാണൊക്കെ നല്ലതാണ്. എങ്കിലും ചില സ്പെഷ്യലൈസ്ഡ് മേഖല കൂടി ഞാൻ പറയാം. ടീച്ചിങ് പ്രൊഫസർ, ലെക്ചേഴ്സ്, അവർക്കെല്ലാം വളരെ അനുകൂലമായ സമയമാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യുന്നവർ, പ്ലാനിങ് ബോർഡ് പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നവർ, മെഡിസിൻ റിലേറ്റഡ് എന്ന് വെച്ചാൽ മെഡിക്കൽ ഷോപ്പും ഉണ്ട്, ഡോക്ടേഴ്സും ഉണ്ട്, നഴ്സസും ഉണ്ട്, ഹോസ്പിറ്റൽ വർക്കേഴ്സ് എല്ലാവർക്കും വരുന്ന ആൾക്കാർക്ക് വളരെ നല്ലതാണ്. പിന്നെ ജ്യോതിഷം, അസ്ട്രോളജിക്കാർക്ക് കൊള്ളാം. എയറോപ്ലെയിൻ റോക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർ, സയൻറ്റിസ്റ്റുകൾ, ISRO പോലുള്ളവർ, അവർക്കെല്ലാം വളരെ അനുകൂലമായ സമയമാണ്. പിന്നെ ഇവിടെ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റിയിലേക്ക് വരുന്ന ഉദ്യോഗസ്ഥർ, പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാർ, ഇതൊരു വിശാലമായ സംഭവമാണ്. വ്യാഴവും ശനിയും വരുന്നു, അവ രണ്ടുപേരും ഗുണകരമാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഷെയർ ബ്രോക്കേഴ്സിനൊക്കെ അനുകൂലമാണ്. എയർ ട്രാവൽ ബിസിനസ്, ബാങ്ക്, ഫോറിൻ എക്സ്ചേഞ്ച്, അതുപോലെ റവന്യൂ GST ആ വിഭാഗത്തിലെല്ലാം വളരെ അനുകൂലമാണ്. റിസർവ് ബാങ്ക് വളരെ നല്ലതാണ്. ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും അനുകൂലമായ സമയമാണ്, വളരെ കൂടുതൽ അനുകൂലം. ഇപ്പോൾ അത്രയും വന്നതയാണ് അവർക്ക് ആ ജ്വല്ലറി ബിസിനസ്സുകാർക്ക്, മറ്റേ തട്ടന്മാർ, ആ ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും വളരെ അനുകൂലമാണ്. അതേപോലെ തന്നെ വ്യാഴൻ്റെ മറ്റൊരു മേഖലയാണ് ഇൻ്റലിജൻസ്, പോലീസ് ഇൻ്റലിജൻസ്. ഒന്നും ഉപയോഗിച്ച് കാര്യമില്ല. CBI, ID എന്നൊക്കെ നമ്മൾ എന്താണ് പറയാറില്ലേ, അവർക്കെല്ലാം വളരെ നല്ല സംഭവമാണ്. അതുപോലെ ഫൈനാൻഷ്യൽ പ്ലാനേഴ്സ്, സോഷ്യൽ വർക്കേഴ്സ്, ഫൈനാൻസിൻ്റെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നവർ, അവർക്കെല്ലാം വളരെ അനുകൂലമായ സമയമാണ്. അതേപോലെ തന്നെ സ്ത്രീകൾക്കും 5ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. സന്താനങ്ങളുടെ വഴി നല്ല ഗുണങ്ങൾ, സന്താനങ്ങളുടെ വഴി സൽപ്പേരൊക്കെ ഉണ്ടാകും. കുട്ടികൾക്കും വളരെ അനുകൂലമായ അവസ്ഥയാണ് വരുന്നത്. ഇതൊക്കെ ഞാൻ പറയുന്നത് മെയ് 15-ന് ശേഷമാണ്. 2 വർഷമായിട്ടുണ്ടായിരുന്ന നിങ്ങളുടെ ഒരു ഹാർഡ്ഷിപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു തടസ്സങ്ങൾ വന്നുകൊണ്ടിരുന്നതൊക്കെ മാറും. അതുകൊണ്ട് വളരെ നന്നായിട്ട് ഈ വർഷത്തെ സെക്കൻഡ് ഹാഫ് വളരെ അനുകൂലമായിട്ട് ആയിരിക്കും. അത് തികച്ചും എൻജോയ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവർക്ക് പറ്റിയ ജം എന്ന് പറയുന്നത്, ഈ ഇതിൽ ജനിച്ചവരുടെ ജെം സ്റ്റോൺ എന്ന് പറയുന്നത് ഇന്ദ്രനീലമാണ്, ബ്ലൂ സഫയർ. അതാണ് നിങ്ങൾ ധരിക്കേണ്ട സ്റ്റോൺ.
ഇതാണ് എനിക്ക് ഫസ്റ്റ് ഹാഫിൽ ഉള്ളവരെ പറ്റി പറയാനുള്ളത്. ഇനി സെക്കൻഡ് ഹാഫ് നമുക്ക് നോക്കാം. വ്യാഴമാണ് എല്ലാ രീതിയിലും അവരെ സ്വാധീനിക്കുന്നത്. ആരും നിൽക്കുന്ന രാശിനാഥൻ വ്യാഴമാണ്, നക്ഷത്രനാഥൻ വ്യാഴമാണ്. ഇത് രണ്ടുമാണ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത്. അപ്പോൾ വ്യാഴത്തിൻ്റേതായ ഫുൾ ഈശ്വരാധീനം വളരെ നന്നായിട്ടുണ്ടാകുന്ന ഒരാൾക്കാരാണ് പൂരിട്ടാതിയിലെ 4ാം ഭാവമായ വ്യാഴത്തിൻ്റെ സ്ഥലം. അപ്പോൾ അത് എന്താണ് അവർ പറയുന്നത്, കൂടുതൽ ലിബറലായ ആൾക്കാരാണ് അവർ, വളരെ ലിബറലാണ്, വിശാലമാണ്. ആരോട് പിണങ്ങാനും ആര് സഹായം ചോദിച്ചാലും കൊടുക്കുകയും വളരെ എന്താണ് ഇവർ പറയുന്നത്, നമുക്ക് വളരെ ഇവർക്ക് സംസാരിക്കാനും ഇവരോട് പ്രശ്നങ്ങൾ പറയാനൊക്കെ നമുക്ക് തോന്നിപ്പോകും. അത്ര നല്ല സാധുക്കളാണ്, ചാരിറ്റബിളാണ്, മറ്റുള്ളവർ ധാരാളം സഹായിക്കുന്നതിനൊക്കെ മുമ്പുള്ളവരാണ്, ദയയുള്ളവരാണ് എന്നൊക്കെയാണ് പറയുന്നത്. മ്യൂസിക്, ആർട്ട് അതൊക്കെ നല്ല ബന്ധമുള്ള ആൾക്കാരാണ്. ലിറ്ററേച്ചർ, സാഹിത്യമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റായ കാര്യമാണ്. അതുപോലെ വളരെ പൊളൈറ്റ് ബിഹേവിയറാണ്. നമ്മൾ ആരെ കണ്ടാലും വളരെ ഇതായിട്ടാണ് ഇരിക്കുന്നത്. ഇവരുടെ അപ്പോൾ ഇവരുടെ സമയം നോക്കാം. 12-ലായിരുന്നു ശനി നിന്നത്, 7ാം ശനി, അതിപ്പോൾ ജന്മത്തിലോട്ട് വരികയാണ്. അപ്പോൾ ഇവർ ശനിയുടെ ക്ലച്ചസിൽ നിന്ന് മാറുന്നില്ല, വീണ്ടും ശനിയില്ല, രാശിയിൽ വരും. വ്യാഴം ഇപ്പം നിൽക്കുന്നത് ഇടവത്തിലാണ്, 3ാം ഭാവം. ആ വ്യാഴം 4ലേക്ക് പോകണം, അവിടെ വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ ഉള്ള പൊസിഷൻ എങ്ങനെയാണോ അത് തന്നെയാണ് വരാൻ പോകുന്ന ഒരു വർഷം കൂടെ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് എന്ന് കണക്കാക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർ പോകുന്ന ഒരു വലിയ പോക്കാണ്, സ്ലോ ആൻഡ് സ്റ്റഡി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ലെവലിൽ തന്നെ പോകാനേ പറ്റുള്ളൂ. കൂടുതലൊന്നും നമുക്ക് കയറി ചാടാനും പിടിക്കാനൊന്നും നല്ലതല്ല, കുറച്ചുകൂടെ കഴിയട്ടെ. പിന്നെ വ്യാഴം 3-നെക്കാളും നന്നായിരിക്കും 4ാം ഭാവത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വീട് സംബന്ധമായ സഹായങ്ങൾ കിട്ടും, വാഹനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും. നമ്മൾ വേറെ എന്തെങ്കിലും വീട് പണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു നല്ല അനുകൂലമായ സമയമാണ്. അതിനൊക്കെ നിങ്ങൾക്ക് മൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ബന്ധങ്ങളുള്ള ആ 4ാം ഭാവത്തിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നമുക്ക് മൂവ് ചെയ്യാം. ടീച്ചിങ് ഉണ്ടാവും, അടിസ്ഥാനപരമായ ചില ബിൽഡിങ്ങുകൾക്ക് അടിസ്ഥാനം കെട്ടാനും സ്റ്റാർട്ട് ചെയ്യാനൊക്കെ അനുകൂലമായ സമയമാണ് 4-ലാണെങ്കിലും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം ആലോചന ചെയ്ത് മുന്നിട്ടിറങ്ങുക. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ ഉള്ളതിനേക്കാളും നന്നായിരിക്കും എന്നാണ് പറയുന്നത്. കാര്യം വ്യാഴം 3-നെക്കാളും നന്നായിരിക്കും 4ാം ഭാവം, കുറച്ചുകൂടെ നന്നായിരിക്കും. അല്ല ഒരുപാട് നല്ലതല്ല, ഒരുപാട് റിസ്ക് ഒന്നും എടുക്കണ്ട. പിന്നെ സ്റ്റോക്ക് ബ്രോക്കറേജോ ഷെയർ മാർക്കറ്റൊന്നും പോയി ഒരുപാട് കളിക്കണ്ട. അത് നമുക്ക് ഒരു വർഷം കൊണ്ട് കഴിഞ്ഞിട്ട് കളിക്കാം. അത് 5-ലേക്ക് വരുമ്പോഴേ അതിൻ്റെ കളിക്കാൻ പറ്റുള്ളൂ. അതൊക്കെ സൂക്ഷിക്കണം. ഏതെല്ലാം വിഭാഗത്തിൽപ്പെട്ടവരാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. രാഷ്ട്രീയക്കാർ, പ്രൊഫസേഴ്സ്, കോളേജ് ലെക്ചേഴ്സ്, മിനിസ്റ്റേഴ്സ്, ഇവർ മിനിസ്റ്റർ ലെവൽ വരെ പൊങ്ങുന്ന അഡ്വൈസേഴ്സാണ് അവരുടെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അഡ്വൈസ് ചെയ്യുന്നവർക്ക് സൂക്ഷിച്ചില്ലേ ഇവരുടെ അഡ്വൈസ് തെറ്റിപ്പോയി. ഞാൻ അഡ്വൈസ് ഉദ്ദേശിക്കുന്നത് ടോപ്പ് മാനേജ്മെൻറ്റിലുള്ളവരാണ്, പ്രസിഡൻറ്റ്, ലീഗൽ ആൾക്കാർ, ലീഗൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ലായൊക്കെ ഉണ്ട്, റിലീജിയസ് ഹെഡുകൾ, ദേവസ്വം ബോർഡ് തുടങ്ങിയ റിലീജിയസ് ഹെഡ്, അല്ലെങ്കിൽ നമ്മുടെ പള്ളിയിലെ പ്രീസ്റ്റൊക്കെ അവരൊക്കെ സൂക്ഷിക്കണം. ഫൈനാൻസ്, കോർട്ട്, ജഡ്ജിമാരൊക്കെ കൊണ്ട് സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരുടെ പേരിൽ അവരുടെ ജഡ്ജ്മെൻറ്റ് ശരിയല്ല എന്ന് പറയും. ജയില് അതൊക്കെ ശ്രദ്ധിക്കണം. വർക്ക് ചെയ്യുന്നവർ, ഹോസ്പിറ്റൽസ് വർക്ക് ചെയ്യുന്ന വേണം. റെഫ്യൂജി ക്യാമ്പുകളിൽ വർക്ക് ചെയ്യുന്നവർ കൂടുതൽ വിഭാഗീയത ആരോപിക്കപ്പെടാം. ടൂറിസം, ഡോക്ടേഴ്സ്, ബാങ്ക്, ഫോറിൻ എക്സ്ചേഞ്ച്, റിസ്കി ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഒരു റിസ്ക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനും നിങ്ങൾ പോയി ചാടിയാൽ അത് ശരിയാവില്ല. അത് നമുക്ക് സൂര്യൻ്റെ മൂവ്മെൻറ്റ് നോക്കിയിട്ട് ചില മാസങ്ങൾ ഞാൻ പറയാം. നിങ്ങൾക്ക് പറ്റിയ മാസങ്ങളെന്ന് പറയാം. ഈ വർഷം വരുന്നത് ഇടവ മാസത്തിൽ എന്തെങ്കിലും ചെയ്യുന്നത് നന്നായിരിക്കും. ഇടവ മാസം കൊള്ളാം, ചിങ്ങമാസം കൊള്ളാം, പിന്നീട് കൊള്ളാവുന്നത് ധനുവും മകരവും. ഈ 4 മാസങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് ഗുണകരമായിരിക്കും എന്നൊക്കെ പറയാൻ പറ്റും. അതുപോലെ അഡ്വൈസർ, പബ്ലിക് കമ്പനികൾ, സാഹിത്യകാരന്മാർ, ഗോൾഡ് റിലേറ്റഡ് വർക്കുകൾ, ഞാൻ നേരത്തെ പറയാം സ്വർണ്ണത്തിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജ്വല്ലറിയൊക്കെയാണ്, ഫൈനാൻഷ്യൽ പ്ലാൻസ്, സോഷ്യൽ വർക്കേഴ്സ്. ഇത് പറയാമെന്ന് ഞാനിപ്പോഴും നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ ഈ വർഷം എങ്ങനെയാണോ അതിനേക്കാളും കുറച്ചുകൂടെ കൊള്ളാമായിരിക്കും മെയ് 15-ന് ശേഷം. ഒരുപാട് കൊള്ളാം എന്നല്ല പറയുന്നത്. റിസ്ക്കുകൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഓവറായിട്ടൊന്നും കയറി ആരോടും പ്രതികരിക്കാതിരിക്കുക. നമ്മൾ നമ്മുടെ ലോകത്ത് തന്നെ ജീവിക്കുന്നതായിരിക്കും നല്ലത്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെടാനോ ഒരുപാടായിട്ട് അവരെ അഡ്വൈസ് ചെയ്യാനോ ഉണ്ട്. അത് തന്നെയാണ് സ്ത്രീകളോടും പറയാനുള്ളത്. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ലക്ഷറിയസ് ബിസിനസ്സിലുള്ളവർക്ക് കുറച്ച് നല്ല സമയമാണ്. ലക്ഷറിയസ് ബിസിനസ് ഒരു സംസാരം കൊണ്ട് ജീവിക്കുന്ന സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ്, ഇങ്ങനെയുള്ളവർക്ക്, ലെക്ചേഴ്സ്, അവർക്കെല്ലാം കുറച്ചുകൂടെയൊക്കെ
അനുകൂലാവസ്ഥ ഉണ്ടായിരിക്കും. ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഇവർ ധരിക്കേണ്ട ജം എന്ന് പറയുന്നത് യെല്ലോ സഫയറാണ്, മഞ്ഞ പുഷ്യലാണ്. ഇനി ഞാൻ കുറച്ച് പരിഹാരങ്ങൾ പറയാം. ഇനി ചെയ്യാവുന്ന പതിവായിട്ട് അത് ഈ പരിഹാരങ്ങൾ പറയുന്നത് 2 ഇതിലുള്ള വ്യാഴക്കാർക്കും ഈ 2 രാശിയിലുള്ളവർക്കും ഒരേപോലെ തന്നെയാണ്. പൂരിട്ടാതി പതിവായി വ്യാഴൻ്റെ ദേവതകളെ മഹാവിഷ്ണുവിനെ ഭജിക്കണം. പൂരിട്ടാതിയും വ്യാഴവും ഒത്തുവരുന്ന ദിവസം സവിശേഷ പ്രാർത്ഥനയുടെ വ്രതം മറ്റ് ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കണം. ഇന്ദ്രനീലമോ അല്ലെങ്കിൽ യെല്ലോ സുഗറോ ധരിക്കുന്ന ഉത്തമമാണ്. ലാൽക്കിതാവ് പരിഹാരങ്ങളെ പറ്റി പറയാം. ലാൽക്കിതാവ് കേട്ടിട്ടുണ്ടാവും. നോർത്ത് ഇന്ത്യയിലേക്കുള്ളൊരു പരിഹാര മാർഗമാണ്. ഞാൻ ഇതിനെപ്പറ്റി മുമ്പ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ധാരാളം. വളരെ ലഘുവും രസകരവുമായ പരിഹാരങ്ങളാണ്. അതാണ് ഞാൻ പറയുന്നത്. സ്വന്തം ഭാഗ്യത്തിൽ വിശ്വസിക്കാനാണ് പറയുന്നത്. ഭാഗ്യവാന്മാരാണ് നിങ്ങൾ വിശ്വസിക്കുക. വീടിന് മുന്നിലുള്ള റോഡിൽ കുഴികളുണ്ടെങ്കിൽ, വീട്ടിന് മുമ്പിൽ റോഡിൽ കട്ടറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ നികത്തണം. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് സൈഡ്. വിവാഹം കഴിക്കാത്ത സ്ത്രീകൾക്ക് മധുരം കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അത് കൂടുതലായിട്ട് മാറ്റിക്കളയാതെ മുതിർന്നവരെ പരിപാലിക്കുക. അരയാലിൻ്റെ മൂട്ടിൽ വെള്ളം ഒഴിക്കുക. അരയാലിൽ നമ്മൾ വെള്ളം നനയ്ക്കണം. ദാനമായി ഒന്നും സ്വീകരിക്കരുത്, ഒന്നും വേണ്ട. അത് ക്ഷേത്രത്തിൽ നിന്ന് പോലും എന്തെങ്കിലും കാണിക്കട്ടെ ശേഷമേ ആയിക്കോ. പോയിട്ട് ചന്ദനം തന്നാൽ പോലും ചന്ദനത്തിൽ നമ്മളൊരു കാണിക്കിട്ടിട്ട് മേടിക്കാവും എന്നാണ് പറയുന്നത്. അല്ല, മേടിച്ചിട്ട് കാണിക്കണം. പൂവൻകോഴികളെ വളർത്തണമെന്നാണ് പറയുന്നത്. പെടയല്ല, പൂവൻകോഴികളെ. ക്ഷേത്ര പൂജാരിക്ക് വസ്ത്രങ്ങൾ നൽകണം. നെയ്യ്, കർപ്പൂരം, വെണ്ണ എന്നിവ ദാനം ചെയ്യുക. മഞ്ഞ വസ്ത്രം, വിശേഷ ദിവസങ്ങളിൽ മഞ്ഞ വസ്ത്രം ധരിക്കുക. മഞ്ഞ പൂക്കൾ വിരിയുന്ന ചെടികൾ നട്ട് വളർത്തുക, അരളിയൊക്കെ. പിന്നെ അവസാനം പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, സദാചാരം പാലിക്കുക. അതൊക്കെയാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് പൂരിട്ടാതി നക്ഷത്രക്കാർ അവരുടെ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് വരിക. എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.